ആദ്യ റിപ്പോർട്ട് കൊച്ചിയിൽ നിന്ന് തന്നെയാണ്. കൊച്ചിയിലെ റോഡുകളുടെ അവസ്ഥ, പ്രത്യേകിച്ചും കുഴികളുടെ അവസ്ഥ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. അത് ഒരു വലിയ തലവേദനയാണ് കഴിഞ്ഞ കുറേ നാളുകളായി. ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് പല ആളുകളും രംഗത്തെത്തുന്നതുമുണ്ട്, അതെല്ലാ ദിവസവും കാണുന്നുമുണ്ട്. ഒടുവിൽ ഹൈക്കോടതിയും ഇടപെട്ടു. ചില റോഡുകളുടെ പേരുകൾ തന്നെ പറഞ്ഞുകൊണ്ടായിരുന്നു ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടത്. പക്ഷേ നാളിതുവരെ കഴിഞ്ഞിട്ടും വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല പ്രധാന സർവീസ് റോഡുകൾ ഉൾപ്പെടെ ഇപ്പോഴും തകർന്നു കിടക്കുകയാണ്. അതിൽ യാതൊരു അറ്റകുറ്റപ്പണികളും നടക്കുന്നില്ല. ഇനി മഴക്കാലം കഴിഞ്ഞിട്ടില്ല, ഇനി ഇപ്പോൾ തുലാവർഷം വരാൻ പോകുന്നു. അങ്ങനെ ഇപ്പോഴും വലിയ വലിയ ദുരിതമാണ് അതുവഴി യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളും ഒരുപോലെ പറയുന്നത്. കൊച്ചിയിലെ ഒരു പ്രധാനപ്പെട്ട സർവീസ് റോഡാണിത്. ഇടപ്പള്ളി ഭാഗത്തേക്കുള്ള ആളുകൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന റോഡ്. പക്ഷേ ഈ റോഡുകളിലൂടെ പോകുന്നവർ കുറച്ച് ഭാഗ്യമുള്ളവരായിരിക്കണം. തകർന്ന റോഡിലൂടെ പോകുമ്പോൾ നടുവിനും വണ്ടിക്കും ഒരുപോലെ പണി കിട്ടുന്നതും സ്ഥിരമാണ്. ഒരു ഭാഗത്തെ മാത്രം കാഴ്ചയല്ല ഇത്. ഒട്ടുമിക്ക റോഡുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. എത്ര പറഞ്ഞാലും മാറ്റങ്ങൾ ഉണ്ടാകാതെ തകർന്നു കിടക്കുകയാണ് കൊച്ചിയിലെ പല റോഡുകളും. കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. പലപ്പോഴും അപകടത്തിൽപ്പെടുന്നത് ഇരുചക്ര വാഹന യാത്രക്കാരാണ്. കുഴിയിൽ വീണ വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നതുകൊണ്ടും അപകടങ്ങൾ ഉണ്ടാക്കുന്നതുകൊണ്ടും കൊച്ചിയിലെ ഒട്ടുമിക്ക റോഡുകളിലൂടെയും സഞ്ചരിക്കാൻ ഭയമെന്നാണ് പലരും പറയുന്നത്. റോഡിൽ വീണ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് ചെറിയൊരു വാർത്ത മാത്രമായി മാറിയിരിക്കുന്നുവെന്നും ആളുകൾ പറയുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആ കുഴി ഫ്രണ്ടൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ തിരിഞ്ഞ് കയറാൻ ഭയങ്കര പാടാണ്. അത്രയും താമസം തന്നെയാണ്. വണ്ടിക്ക് പണി 4000 രൂപ പണി ഇറക്കിയുള്ളൂ. അത്രയും ബുദ്ധിമുട്ടില്ല. കുറച്ച് ദിവസമായി. കൊച്ചിയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ കാണിച്ചുകൊണ്ട് ഹൈക്കോടതി തന്നെ രംഗത്തെത്തിയപ്പോൾ പല റോഡുകൾക്കും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. തമ്മനം പുല്ലേപ്പിടി ഭാഗത്ത് ചിലയിടങ്ങളിൽ കുഴികൾ അടച്ചു. എന്നാൽ ശക്തമായിട്ടുള്ള ഒരു മഴ പെയ്താൽ വീണ്ടും തകരും. എന്തുകൊണ്ടാണ് പൂർണ്ണമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടാകാത്തതെന്നാണ് പലരും ചോദിക്കുന്നത്. കൊച്ചിയിലെ റോഡുകളുടെ അവസ്ഥയിൽ ഹൈക്കോടതി പോലും ഇടപെട്ടിട്ടും പൂർണ്ണമായിട്ടുള്ള ഒരു മാറ്റം അത് റോഡുകൾക്കുണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പല സർവീസ് റോഡുകളിലൂടെയും യാത്ര ചെയ്യുന്നവർക്ക് അല്പം ഭാഗ്യവും വേണം. കൊച്ചിയിൽ നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം ആൻമരിയ സനി, 24. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.